സൗദി അറേബ്യ വരെ വന്നിട്ട് അവിടുത്തെ ഡിഷ് ഒന്ന് ട്രൈ ചെയ്യണ്ടേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു അറേബ്യൻ ഡിഷായിട്ടുള്ള ഷുർബ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ കുക്കറിലോട്ട് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പട്ടയും അതുപോലെ ലീവ്സും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 വിസിലോട് കൂടിയിട്ട് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്കിൻ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ പാകത്തിന് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതിനി മാറ്റി വയ്ക്കാം. ഇനി പാനിലോട്ട് ഞാൻ അല്പം വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് അല്പം മാത്രം സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആകെ കുറച്ചാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. പിന്നെ വേണ്ടത് മാഗി ക്യൂബ് ഒരു പീസിൻ്റെ പകുതിയാട്ടോ എടുക്കുന്നത്, കാരണം നമ്മൾ കുറച്ച് മാത്രം ഇവിടെ റെഡിയാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ച ആ വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താണ് അതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ 2 സ്പൂണാട്ടോ ഓട്സ് ചേർക്കുന്നത്. എല്ലാം കൂടി നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ചിക്കൻ്റെ വെള്ളം ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പാകത്തിന് ചേർക്കാൻ വേണ്ടിയിട്ടാട്ടോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഓട്സൊക്കെ ഇവിടെ പാകത്തിന് വെന്തിട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് മുകളിൽ കുറച്ച് ചപ്പും കൂടി തൂവി കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാറ്. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. മാഗി ക്യൂബിൽ അത്യാവശ്യത്തിന് ഉപ്പുള്ളതാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, എല്ലാവർക്കും ഇതുപോലെ ആവണമെന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.